അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാത്തുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർളു ഉഇദ്ദത് ലിൽ മുത്തഖീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കാരണവന്മാരെ, ISM സംഘടിപ്പിച്ച തസ്കിയത്ത് ക്യാമ്പിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, വളരെയേറെ ധന്യമായ ഒരു മുഹൂർത്തം. വിശ്വാസികൾക്ക് അല്ലാഹു ഏറെ അനുഗ്രഹമായി നൽകിയിരിക്കുന്ന വിശുദ്ധ റംദാനിൻ്റെ രാപ്പകലുകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുത്ത് വിഷയം പറഞ്ഞപ്പോൾ പരലോകം എന്ന വിഷയമാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴാണ് ഞാൻ പാപമോചനമാണ് എന്ന് മനസ്സിലാക്കുന്നത്. പാപമോചനത്തിലൂടെയാണ് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടേണ്ടത് എന്ന് നമുക്കറിയാം. വിശുദ്ധ റംദാൻ ശരിക്കും നമുക്ക് നൽകുന്നതും അത് തന്നെയാണ്. മനസ്സകം ശുദ്ധീകരിക്കാനുള്ള ഒരു സമയം. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അതിക്രമങ്ങളും വന്നു പോകുന്ന മനുഷ്യന് നിരാശയുടെ കയത്തിലേക്ക് പോകേണ്ടതില്ല എന്ന തിരിച്ചറിവും ബോധ്യവുമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്ത ആശ്വാസമാണ്, അതൊരു വല്ലാത്ത സമാധാനമാണ്. അത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ടതാണ്. എത്രമേൽ തെറ്റ് ചെയ്യുന്ന ആളുകൾക്കും അവർക്ക് പുറത്തു കൊടുക്കാൻ കാരുണ്യവാനായ പടച്ച തമ്പുരാൻ റെഡിയാണ് എന്ന തിരിച്ചറിവാണ്. ആകാശം മുട്ടെ നിങ്ങൾ പാപം ചെയ്താലും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം, ഭൂമി നിറയെ നിങ്ങൾ പാപം ചെയ്താലും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം എന്ന അള്ളാഹുവിൻ്റെ വാക്കുകൾ നമുക്ക് എന്തുമാത്രം പ്രതീക്ഷ നൽകുന്നതാണ്. എല്ലാ ദിവസവും ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരുന്നു. മനുഷ്യൻ്റെ വേദനകൾക്ക്, അവൻ്റെ പ്രതീക്ഷകൾക്ക്, അവൻ്റെ സങ്കടങ്ങൾക്ക്, അവൻ്റെ പാപക്ഷമക്ക് പരിഹാരം നൽകുന്നതിന് വേണ്ടി. എത്ര പേർക്കത് ബോധ്യമാകുന്നുണ്ട് എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്. ഇത്രമേൽ ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമ്പോഴും സ്വാഭാവികമായും അതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട് മനുഷ്യൻ. അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും സമാധാനമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടോ മുസ്ലിങ്ങളെ പൊതുസമൂഹത്തിലെ ചിലരൊക്കെ കലാപകാരികളാക്കുന്നു. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കും പലവിധ കാരണങ്ങൾ കൊണ്ട് ഒരു സ്വസ്ഥതയും സമാധാനവും ലഭിക്കാതെ പോകുന്നു. സത്യത്തിൽ അതിന് ഇസ്ലാം കാരണമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇസ്ലാം ശരിക്കും സമാധാനത്തിൻ്റേത് തന്നെയാണ്. നമ്മളിങ്ങനെ അസ്വസ്ഥരാകുന്നത് അള്ളാഹു പറഞ്ഞ വളരെ പരിമിതമായ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. അനുഷ്ഠാന കർമ്മങ്ങൾ എന്ന നിലക്ക് വളരെ പരിമിതമായ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. അത് നോമ്പാണെങ്കിലും നമസ്കാരമാണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും സക്കാത്താണെങ്കിലും ഒക്കെ തന്നെ. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാതിരുന്നാൽ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുകയും അള്ളാഹു അരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായും നമുക്ക് എന്തൊരു ആശ്വാസമാണ്, എന്തൊരു സംതൃപ്തിയാണ്. ആ ഒരു ആശ്വാസവും സംതൃപ്തിയും ഇല്ലാതെ പോകുന്നത് പലപ്പോഴും ഈ ഭൗതിക ജീവിതത്തിൽ ഇതിലേക്ക് ചേർത്ത് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ദീനിനെ നാം എടുത്തു നോക്കുമ്പോൾ, ദീനിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ, കല്യാണമാകട്ടെ, ആഘോഷമാകട്ടെ, മറ്റു പലതാകട്ടെ, ആചാരങ്ങളാകട്ടെ, സാമൂഹികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ
മതത്തിനുമപ്പുറം മതപരമായ ചിട്ടകളായിട്ട് നമ്മൾ സ്വീകരിക്കുകയും അതിൻ്റെ പിറകെ നെട്ടോട്ടമോടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. പറയരുതാത്ത കാര്യങ്ങളുടെ പിറകെ പോകുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒട്ടും തീരുന്നുമില്ല എന്നതാണ് വസ്തുത. ഇത് റമദാനാണല്ലോ, ഇത് ഇസ്ലാഹി കുടുംബ സംഗമമാണ്. പക്ഷെ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുക, ചിലപ്പോഴൊക്കെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ പെട്ട ചിലർക്കൊക്കെ അത് അനുഭവിക്കേണ്ടിയും വരാറുണ്ട്. നേർക്ക് നേരെ നമുക്കല്ലെങ്കിൽ പോലും. ഞാനിത് പറയുന്നത് എന്തുമാത്രം ആചാരങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. നോമ്പാകുമ്പോൾ പോലും സമാധാനത്തോടെ ഒരു വർഷത്തെ പാപങ്ങൾ ഏറ്റുപറയാനുള്ള ഒരവസരം, എത്രയോ അവസരങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട്. എന്നാലും മനുഷ്യന്മാർ ഒന്ന് സടകുടഞ്ഞെഴുന്നേൽക്കുന്നത്, കുറേയും കൂടി ഗൗരവത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്, ഒരുപാട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണ് പ്രാർത്ഥിക്കുന്നതൊക്കെ പലപ്പോഴും അതിന് സമയം കണ്ടെത്തുന്നത് റംസാനിനെ പോലെ മറ്റൊരവസരത്തിലല്ലല്ലോ. പക്ഷെ അങ്ങനെ വരുന്നൊരു റംസാനെ എത്രമാത്രം സന്തോഷത്തോടു കൂടി, എത്രമാത്രം കരുതലോടുകൂടി, എത്രമാത്രം ആഹ്ലാദത്തോടു കൂടി നമുക്ക് വരവേൽക്കാം. പക്ഷെ അപ്പോഴും മനസ്സിൽ നീറുന്ന വേദനകളായി, പ്രയാസങ്ങളായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകൾ സാമൂഹികമായ ചില ആചാരങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളെ കല്യാണം കഴിപ്പിച്ചയച്ചാൽ പെൺകുട്ടികളെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുകൾ ഓർത്ത് അത് കൃത്യമായി എത്തിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരവസ്ഥയെക്കുറിച്ച് ഒരുപക്ഷെ ഇസ്ലാഹി കൂട്ടായ്മയിൽ നമുക്കിത് കേൾക്കാനാവില്ല എങ്കിലും നമ്മുടെ സമൂഹത്തിൽ എത്ര പേരാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ അനുഭവിക്കുന്നത്? ഇത് മതമാണോ എന്ന് ചോദിച്ചാൽ ഇത് മതമല്ല. ഇത് മതപരമായ ആചാരത്തേക്കാൾ ഭംഗിയായിട്ട് കൊണ്ടുപോകണമെന്ന് വാശി പിടിക്കുന്ന കുടുംബങ്ങളിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാത്ത ഇടത്ത് പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നതൊരു വസ്തുതയാണ്. അപ്പോൾ എവിടെയാണ് മതം നിൽക്കുന്നത്, മതത്തിനുമപ്പുറമുള്ള ആചാരങ്ങൾ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കി തീർത്തതിൻ്റെ പിറകിൽ ആരുടെയൊക്കെയോ കരങ്ങളുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയിട്ട് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ദുരിതങ്ങളും അനുഭവിക്കുന്നവരാണ് മനുഷ്യൻ. ശരിക്കും ഇഹലോകത്തെ ജീവിതത്തിൽ ഇഹലോകത്തെ ഭൗതികതയുടെ ഒരുപാട് കാര്യങ്ങളുടെ പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാൽ പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഹലോകം നമ്മുടെ പിന്നാലെ വന്നുകൊള്ളുന്നതാണ്. നമ്മളെന്തിനാ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അത് പരലോകത്തിന് വേണ്ടി തന്നെയാണ്. നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ എടുത്തു നോക്കുക, നമ്മുടെ ജീവിതം നമ്മൾ എടുത്തു നോക്കുക. എപ്പോഴാണ് നമുക്ക് വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നത്? പാപക്ഷമ എന്ന് പറയുമ്പം അള്ളാഹു പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. അതാണ് ഇന്നത്തെ തീം. സൂറ ആലു ഇമ്രാനിലെ 133 ആയത്ത്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ. നമ്മളെവിടേക്കാണ് ധൃതിപ്പെട്ടു പോകാറുള്ളത് എന്ന് ആലോചിക്കാം. ഓഫറുകളുടെ കാലമാണിത്. എന്തുമാത്രം ഓഫറുകളാണ്! റമദാൻ പോലും ഓഫറിൽ മുങ്ങിപ്പോയിട്ട് അതിൻ്റെ പിറകെ നെട്ടോട്ടമോടുന്ന ആളുകളുണ്ട്. അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ പാപക്ഷമയിലേക്ക് നിങ്ങൾ ധൃതിപ്പെട്ടു വരൂ എന്നാണ്. മനുഷ്യൻ്റെ മനസ്സിൽ ഒരു പുള്ളിയായിട്ട് ഒരു പാപം, ഒരു കറുത്ത കുത്തായിട്ട് അത് വീഴുകയാണെങ്കിൽ അതിനെ മായ്ക്കാൻ എത്ര അവസരങ്ങളാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. നമ്മൾ നമസ്കാരത്തിൽ പറയുന്നുണ്ടല്ലോ, റബ്ബി ഗ്ഫിർലി, എനിക്ക് പുറത്തു തരണേ പഠിച്ചോനെ, എനിക്ക് പുറത്തു തരണേ പഠിച്ചോനെ. വീണ്ടും നമ്മൾ പറയുന്നുണ്ട്, റബ്ബി ഗ്ഫിർലി മാ ഖദ്ദംതു, ഞാൻ മുമ്പ് ചെയ്തതൊക്കെ എനിക്ക് പുറത്തു തരണേ അല്ലാഹ്. വമാ അഖർതു, എനിക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ പിന്നേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്ക് അതൊക്കെ പുറത്തു തരണേ. എപ്പോഴാണ് നമ്മളിത് നിർത്തിവെച്ചത്? ഏത് നമസ്കാരത്തിലാണ് നമ്മളിത് പറയാതിരിക്കുന്നത്? ഒരിക്കലും പറയാതിരിക്കത്തക്കവണ്ണം വീണ്ടും ആവർത്തിച്ച് പറയാൻ വേണ്ടി നമ്മൾ ഒരുപാട് മാറ്റിവെച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യമായ വസ്തുതയാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്, എനിക്ക് പുറത്തു തരണേ പഠിച്ചോനെ, ഞാൻ മുമ്പ് ചെയ്തതൊക്കെ എനിക്ക് പുറത്തു തരണേ, ഞാൻ ചെയ്യാതെ പിന്നേക്ക് മാറ്റിവെച്ചത് എനിക്ക് പുറത്തു തരണേ. വമാ അസ്റർതു, ഞാൻ രഹസ്യമായി ചെയ്തിട്ടുണ്ട്. ആരും കണ്ടില്ലെന്ന് ഞാൻ ആശ്വസിക്കുമ്പോഴും എൻ്റെ മനസാക്ഷി കുറ്റപ്പെടുത്തിയപ്പോഴും നീ കാണുമെന്ന ബോധമില്ലാതെ ആരും കണ്ടില്ലെന്ന സമാധാനത്തിൽ ഞാൻ ചെയ്തു പോയ രഹസ്യമായ ഒരുപാട് പാപങ്ങളുണ്ട്.
വമാ അഅലൻതു, ഞാൻ പരസ്യമായി ചെയ്ത തെറ്റുകളുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ആളാകാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാകരുതെന്ന നാട്യത്തിൽ ഞാൻ എൻ്റെ വാദഗതികളെ മറ്റുള്ളവരുടെ മുമ്പിൽ അരക്കെട്ടുറപ്പിക്കാൻ ആരെന്ന് നോക്കാതെ, മാതാപിതാക്കളാകാം, സഹോദരങ്ങളാകാം, കാരണവന്മാരാകാം, സുഹൃത്തുക്കളും ബന്ധുക്കളുമാകാം, അങ്ങനെ എത്ര പേരോടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്? എന്തെല്ലാം അതിക്രമങ്ങളാണ് പരസ്യമായി ഞാൻ ചെയ്തിട്ടുള്ളത്? കള്ളത്തരത്തിൻ്റെയും കാപഢ്യത്തിൻ്റെയും വഞ്ചനയുടെയും ചതിയുടെയും ചൂഷണത്തിൻ്റെയും ഒരു ലോകത്ത് അതിൽ നിന്ന് മുക്തമായി ജീവിക്കുക എന്നത് തികച്ചും അള്ളാഹുവിനെ കുറിച്ചുള്ള, പരലോകത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം കൊണ്ട് മാത്രമാണ് സാധ്യമാകുന്നത് എങ്കിൽ പലപ്പോഴും ഞാൻ അത്തരത്തിലുള്ള ഒരുപാട് അതിക്രമങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. വമാ അസ്റഫ്തു, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും ചെയ്യരുതാത്ത കാര്യങ്ങളിലൊക്കെ ഞാൻ അമിതമായും ഒക്കെ ചെയ്തു പോയിട്ടുണ്ട് പടച്ചോനെ. അങ്ങനെ ഒരുപാട് തെറ്റുകൾ. പിന്നെ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന്. വമാ അൻത അഅലമു ബിഹി മിന്നി, പിന്നെ എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്തത്. പക്ഷെ നിനക്കറിയാം. നമ്മൾ ആലോചിച്ച് നോക്കുക, എല്ലാ ദിവസവും ഇത് നമ്മൾ പറയണില്ലേ? അതുകൊണ്ടാണ് നമ്മൾ മനസ്സ് തൊട്ട് പറയുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഒരു നമസ്കാരം അടുത്ത നമസ്കാരത്തിനിടയിലുള്ള പാപം ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് അള്ളാഹു നൽകിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നേരത്തെ UP അദ്ദേഹം പറയണ്ടായി, പിന്നെ ഓരോന്ന് സംസ്കരിച്ച് നന്നാക്കിയെടുക്കുമ്പോഴുള്ള അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച്. അങ്ങനെ നമ്മൾ സംസ്കരിച്ച് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ക്ലിയറാക്കി, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുവെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മരിക്കാമല്ലോ, സന്തോഷത്തോടു കൂടി, ആഹ്ലാദത്തോടെ, ആനന്ദത്തോടെ. പൂർവികരായിട്ടുള്ള സച്ചരിതരായിട്ടുള്ള ആളുകളുടെ മരണത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനായ സൽമാൻ എന്നാണ് പൊതുവെ പറയാറുള്ളത്. ഖന്തക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്നേ വരെ പരിചയമില്ലാതിരുന്ന ഒരു വലിയ യുദ്ധതന്ത്രം പഠിപ്പിച്ചു കൊടുത്തിട്ട് ശരിക്കും മറ്റുള്ള ശത്രുക്കൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ പാകത്തിൽ മദീനയ്ക്ക് ചുറ്റും കിടങ്ങു കുഴിക്കുന്നതിൽ റസൂലിന് അത്തരത്തിലുള്ളൊരു ഉപായം പറഞ്ഞു കൊടുക്കുകയും റസൂലിനോടൊപ്പം അതിൽ പങ്കെടുക്കുകയും ചെയ്ത സൽമാനുൽ ഫാരിസി. സൽമാനുൽ ഫാരിസിയുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അദ്ദേഹം മുമ്പ് അഗ്നി ആരാധകനായിരുന്നുവെന്നും പിന്നീട് ക്രിസ്ത്യൻ മതവിശ്വാസിയായിരുന്നുവെന്നും ആ ക്രിസ്ത്യൻ പുരോഹിതനോടൊപ്പം ജീവിച്ചിരുന്ന കാലത്താണ് ഇഞ്ചീലിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നതും പിന്നീട് അദ്ദേഹം മദീനയിൽ ഒരു യജമാനൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നതായിട്ടും ആ സമയത്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നത്, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയത്, ഇതിൽ പറഞ്ഞ തെളിവടയാളങ്ങൾ അദ്ദേഹത്തിൽ ദർശിക്കാൻ സാധിച്ചത്, അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹത്തെ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും ചെയ്തതൊക്കെ നീണ്ട ഒരുപാട് കാലത്തെ യാത്രക്കൊടുവിൽ ശരിക്കും ആ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ആദർശത്തെ ഉൾക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനനുസരിച്ച് തന്നെ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി എന്നാണ്. വളരെ നിഷ്കളങ്കനായ സാത്വികനായ ഒരു സഹാബിയായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അവസാന വേളയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ച് നേരം നീ പുറത്തേക്ക് മാറി നിന്നോളൂ, ഇവിടെ ചില അതിഥികൾ വരാനുണ്ട്. ഞാൻ യുദ്ധത്തിന് പോയ സമയത്ത് കൊണ്ടുവന്ന് നിന്നെ ഏൽപ്പിച്ചിരുന്നൊരു പൊതിയില്ലേ, ആ പൊതിയെടുത്തിട്ട് ഇവിടെ ഒന്ന് തളിക്കണം, അത് സുഗന്ധം ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞതുപോലെയൊക്കെ കേട്ടു, അതുപോലെയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഭാര്യ തിരിച്ച് റൂമിൽ നിന്ന് പോന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോയി നോക്കുമ്പോൾ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. അതാണ് മലക്കുകൾ ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള ഒരു മരണത്തിന് എന്താണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് പോലും ഉണ്ടാകുന്ന വിധത്തിലേക്ക് അദ്ദേഹം എത്തിയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ലാളിത്യവും മനസ്സ് അകം കഴുകി ശുദ്ധീകരിച്ചു കൊണ്ടുള്ളൊരു ജീവിതവും പരലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു യാത്രയുമാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും അള്ളാഹു പറയുന്നുണ്ട്, ശരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വരുന്നതിനെക്കുറിച്ച്
ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, പിന്നീട് നേരെ ചൊവ്വെ മുസ്തഖീമായിട്ട് ജീവിക്കുക. ഞാനും നിങ്ങളും എല്ലാ ദിവസവും നമസ്കാരത്തിൽ ഫാത്തിഹയിൽ ചോദിക്കുന്നുണ്ട്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിലൂടെ ഞങ്ങളെ നയിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ കൽബ് തൊട്ടുള്ളൊരു പ്രാർത്ഥനയാകണ്ടേ അത്. ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആ നന്മയുടെ വഴികളിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നേരായ പാതയിലൂടെ, വക്രതയില്ലാത്ത, വളവില്ലാത്ത, കാപട്യങ്ങളില്ലാത്ത, ഒരു വിധത്തിലുള്ള അധർമ്മങ്ങളിലും പെട്ടുപോകാത്ത നേരെ ചൊവ്വയുള്ള ഒരു യാത്ര. അതാണ് നേരായ പാതയിലൂടെ. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാതെ അത്തരത്തിലുള്ളൊരു യാത്ര സാധ്യമാകില്ല എന്ന തിരിച്ചറിവും ബോധ്യവുമാണ് നമുക്കുണ്ടാകേണ്ടത്. നമുക്ക് നേരെ ചൊവ്വെ പോകാനാകണമെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ തെളിവടയാളങ്ങളിലൂടെയുള്ള യാത്ര, അത് ഒരു വലിയ ദിവ്യ വെളിച്ചമായി കണ്ട് ആ യാത്രയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിലേക്ക് എത്താനാകുന്നത്. അതുകൊണ്ട് തന്നെ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നത് നമ്മൾ ചോദിക്കുന്നതോടൊപ്പം അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു, പിന്നീട് മുസ്തഖീമായി ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വരും. എപ്പോൾ? മരിക്കുന്ന സമയത്ത്. അതാണ് ഓരോ മനുഷ്യൻ്റെയും വിശുദ്ധി അനുസരിച്ച്, ഓരോ മനുഷ്യൻ്റെയും ക്വാളിറ്റി അനുസരിച്ച് 70,000-ൽ പരം മലക്കുകൾ വരെ ഇറങ്ങി വരും. അതല്ലാത്തവർക്ക് അത്രയൊന്നും ഉണ്ടാവില്ല, എണ്ണത്തിൻ്റെ അങ്ങനെ ഉണ്ടാവുമല്ലോ. ആളുകൾ സ്വീകരിക്കാൻ നിൽക്കുന്നത്, ആളുകൾ ഇങ്ങനെ ഭയങ്കര ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അത്രമാത്രം എന്താ പറയുക, കളർഫുള്ളായിട്ട് നമുക്ക് ഹദീസുകളിൽ അത് കാണാൻ സാധിക്കുകയാണ്. പട്ടുവസ്ത്രത്തിൽ പൊതിഞ്ഞിട്ട് സ്വർണ്ണത്താലത്തിലേറ്റിയിട്ട് 1-ാം ആകാശവും 2-ാം ആകാശവും 3-ാം ആകാശവും 7-ാം ആകാശത്തേക്ക് വരെ എത്തുമ്പോൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകണേ എന്ന് പറയുന്ന ആത്മവിശുദ്ധിയുള്ള മനുഷ്യൻ്റെ ഏറ്റവും സുഗന്ധമുള്ള ആ ആത്മാവിനെ ഞങ്ങളുടെ അടുത്ത് കൂടെ കൊണ്ടുപോകണേ എന്ന് ഓരോ ആകാശത്തെ ആളുകളും പറയുന്നത്, ഓരോ ആകാശത്തെ മലക്കുകളും പറയുന്നത്. അപ്പോൾ അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഇപ്പോഴാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത്. തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. അവർ പറയും അല്ലാ തഖാഫു, ഒട്ടു പേടിക്കണ്ട കേട്ടോ, വലാ തഹ്സനു, വിഷമിക്കണ്ട. ചുറ്റും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടാകും, നമ്മുടെ ബന്ധുക്കളുണ്ടാകും, മക്കളുണ്ടാകും, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാകും. അവരിങ്ങനെ കണ്ണീരൊഴുക്കി കരയുമ്പോഴും നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാം, നമുക്ക് ആഹ്ലാദിക്കാം, നമുക്ക് സന്തോഷത്തോടു കൂടി സൂര്യ തേജസ്സോടു കൂടിയുള്ള മലക്കുകളോടൊപ്പം ആനന്ദത്തോടു കൂടി പോകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഈ മനസ്സ് ശുദ്ധമായേ പറ്റൂ. വഅബ്ശിറു ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം കൊണ്ട് ഞങ്ങളിതാ സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന് അവരവിടെ വെച്ച് തന്നെ സന്തോഷവാർത്ത അറിയിക്കുകയാണ്. ഇതിലപ്പുറം മറ്റെന്ത് വേണം? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിലപ്പുറം മറ്റെന്താണ് നമുക്ക് വേണ്ടത്? അത്തരത്തിലുള്ള ഒരു മരണത്തിലേക്ക് എത്താൻ ഇന്ന് നമ്മൾ മരിക്കുകയാണെങ്കിൽ സാധ്യമാകുമോ എന്ന് നമ്മൾ വെറുതെ നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക. ഞാനും നിങ്ങളും മരണത്തോടു കൂടി ഒറ്റപ്പെടും. വആതിഹിം യൗമൽ ഖിയാമത്തി ഫർദ, ഖിയാമത്ത് നാളിൽ ഓരോരുത്തരെയും ഒറ്റക്ക് കൊണ്ടുവരും. ഒരുമിച്ച് കബറടക്കം ചെയ്താലും ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയാണ്. അതുകൊണ്ടാണ് നാളെ പരലോകത്തെത്തുമ്പോൾ യാ നഫ്സി എന്ന് പറയുന്നത്, എനിക്ക് ഞാൻ മാത്രം. അപ്പോൾ മറ്റുള്ളവരെ കാണൂലേ? കാണും, പരലോകത്ത് കാണും, പരസ്പരം കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം? ഒരു കാര്യം ഉണ്ടാവില്ല. പരസ്പരം കാണിച്ചാലും ആർക്കും ആരെയും ഒരു നിലക്കും സഹായിക്കാനാവാത്ത ദിവസമാണത്. അത്തരത്തിലുള്ളൊരു ദിവസം വരാനിരിക്കുന്നു എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വേദപുസ്തകത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നു. അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങളിലൂടെ അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ മനസ്സിലാക്കാൻ, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു നമസ്കാരം മറ്റൊരു നമസ്കാരം വരെയുള്ളതിൻ്റെ ഇടയിലെ പാപങ്ങൾ പുറത്തു തരാൻ നമ്മുടെ അകമഴിഞ്ഞ പ്രാർത്ഥനയ്ക്ക് സാധിക്കുമെങ്കിൽ അതേപോലെ തന്നെ ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെയുള്ള അതിനിടയിലെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെങ്കിൽ ഒരു റമദാൻ അടുത്ത റമദാൻ വരെയാണ്. പക്ഷെ ആ കിട്ടിയ റമദാനിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. ഇത് പാപക്ഷമയുടെ മാസമാണ്, ഇത് കാരുണ്യത്തിൻ്റെ മാസമാണ്, ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്ത് ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന മാസമാണ്.
ഒരു ദിക്റിന്, ഒരു തസ്ബീഹിന്, ഒരു തഹ്മീദിന്, ഒരു തഹ്ലീലിന്, ഒരു തക്ബീറിന് അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ പടച്ചതമ്പുരാൻ വാരിക്കോരി അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന മാസമാണ്. നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ടത് നേടാൻ, എത്രത്തോളം ആ സമയത്തെ ധന്യമായിട്ട് ഉപയോഗിക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകണത്. നമ്മൾ എന്നിട്ട് വേവലാതിയോട് പറയും എത്ര വേഗം കഴിഞ്ഞു എന്ന്. നമുക്ക് സന്തോഷത്തോടെ സംതൃപ്തിയോടുകൂടി ഓരോ നിമിഷത്തെയും ചേർത്ത് പിടിക്കാൻ സാധിക്കണം. ഒന്നും നഷ്ടപ്പെടരുതെന്ന വാശി നമുക്കുണ്ടാകണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. എങ്കിൽ ഓരോ റമദാനും നമുക്ക് നല്ലതാണ്. നേരത്തെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ ഇതിലേക്ക് എത്തി എന്നത് അള്ളാഹുവിൻ്റെ മഹാസൗഭാഗ്യമാണ്. ഇത് നേടാൻ സാധിക്കുക എന്നതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ നിർബന്ധമായിട്ടുള്ളൊരു തീരുമാനം. ഇത് നഷ്ടപ്പെടരുതേ എന്നായിരിക്കണം. പലപ്പോഴും ചില ആളുകളൊക്കെ തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും, പക്ഷെ അവസാനമാകുമ്പോഴേക്കും അത് കെട്ടടങ്ങും. കെട്ടടങ്ങിയിട്ടില്ലെങ്കിൽ നമ്മളെ കെട്ടടക്കി കൊണ്ടുപോകാനായിട്ട് ഇബ്ലീസ് കൂടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 എല്ലാം ധൃതി പിടിച്ചിട്ടുള്ള ഓട്ടവും പാച്ചിലും ഷോപ്പിങ്ങും മറ്റു കാര്യങ്ങളുമൊക്കെ നമുക്ക് അലസതയും ക്ഷീണവും നമുക്ക് തളർച്ചയും ഒക്കെ വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്രമേൽ ചൂടുള്ളൊരു സമയത്താണ് നമ്മൾ നോമ്പെടുക്കുന്നത്. പക്ഷെ നമുക്കത് നമ്മുടെ ശരീരത്തിനെ ഏറ്റിട്ടുണ്ടോ? നമ്മുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ടോ? ബാധിച്ചിട്ടുണ്ടാവും ചിലർക്കൊക്കെ. എന്തൊരു ചൂടാണ്, എങ്ങനെയാണ് നോമ്പെടുക്കുക, ഇങ്ങനെ ആവലാതിയും വേവലാതിയും ബേജാറും പിടിക്കുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാകും. ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമല്ലേ? ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് എന്ന ബോധ്യത്തോടു കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനയെ ശിരസാ വഹിക്കുന്നൊരു വിശ്വാസിക്ക് അവൻ്റെ സഹായമുണ്ടാകുമെങ്കിൽ ഉറപ്പായിട്ട് ഇതൊരു വിഷയമേ അല്ല. ഒരിക്കലും ഇതൊരു വിഷയമാവില്ല. നമ്മളിത് മനസ്സിൽ കൊടുക്കുന്നത് കൊണ്ടല്ലേ. നമ്മൾ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ കഴിക്കുന്ന അത്ര ആഹാരം അവർ കഴിക്കണില്ല. പക്ഷെ ഒരു സെക്കൻഡ് നമ്മുടെ കുട്ടികൾ വെറുതെ ഇരിക്കാറുണ്ടോ? എന്തൊരു ഓട്ടമാണ്, ചാട്ടമാണ്, കേറലാണ്, മറിയലാണ്, എന്തൊക്കെ അധ്വാനം. 24 മണിക്കൂറും അവരിങ്ങനെ പെടഞ്ഞുകൊണ്ടേയിരിക്കും. അവർ നമ്മേക്കാൾ അധ്വാനിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മനസ്സിലേക്ക് അത് അവർ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ ഭയങ്കര ആഹ്ലാദത്തിലാണ്. നമ്മളാണെങ്കിലോ കുറച്ച് പണിയെടുക്കുമ്പോഴേക്കും നമുക്ക് ക്ഷീണമായി, തളർച്ചയായി, നമ്മളിങ്ങനെ ഇത് മനസ്സിൽ കൊടുത്ത് ബേജാറ് പിടിച്ചിരിക്കുന്നവരാണ്. അങ്ങനെ അല്ലാതിരിക്കുമ്പോൾ എത്രമേൽ കടുത്ത ചൂടും എന്തൊക്കെയാണെങ്കിൽ വ്യത്യസ്തമായ കാലങ്ങളിലൂടെ നോമ്പിൻ്റെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കണമെന്നതും നമ്മൾ അറിയണമെന്നതും അള്ളാഹുവിൻ്റെ തീരുമാനമാണെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ മനസ്സ് പാകപ്പെടുക എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നത് എന്തിനാണിത് എന്നത് നമുക്ക് ബോധ്യമുണ്ടാകണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ കേൾവി, നമ്മുടെ സംസാരം, നമ്മുടെ ജീവിതം എല്ലാത്തിനെയും ഇങ്ങനെ ഒന്ന് ശരിപ്പെടുത്താൻ, ഇങ്ങനെ അലകും പിടിയൊക്കെ വിട്ടു തുടങ്ങുമ്പോഴാണ് വീണ്ടും നോമ്പ് നമ്മിലേക്ക് എത്തുന്നത്. നമ്മുടെ നമസ്കാരത്തിൽ, നമ്മുടെ മറ്റ് കാര്യങ്ങളിൽ, ജീവിതത്തിൻ്റെ സകല തലങ്ങളിലും ഒരു ജാഗ്രത പാലിക്കാൻ, വന്നുപോയ പിഴവുകളെ മുഴുവനും ഏറ്റുപറയാൻ, വീണ്ടും ഒരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെ നല്ല മനുഷ്യരാകാൻ, എന്നിട്ട് ഈ നാടിനും നാട്ടാർക്കും കുടുംബത്തിനും സമൂഹത്തിനും സർവോപരി പടച്ച തമ്പുരാൻ്റെ പരലോകത്തേക്ക് ഏറ്റവും സമുന്നതരായിട്ടുള്ള ആളുകളായി ഈ വിശ്വാസി സമൂഹം മാറണമെന്നത് അള്ളാഹ്ക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് അള്ളാഹു വിളിച്ചത്. നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത്. അതിനെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ഇതിനെ വേണ്ട വിധത്തിൽ തന്നെ ശരിക്കും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അത് ഒരുപാട് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചെലവഴിക്കരുത്. എൻ്റെ അടുത്ത് ഈ ക്ലാസ്സിന് വേണ്ടി വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, പൊതുവേ ഞാൻ റമദാനിൽ, നിങ്ങളെന്നോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല, പൊതുവേ ഞാൻ റമദാനിൽ ക്ലാസ് എടുക്കാൻ പോകാറില്ല എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ പറയണതെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ബോധ്യം, നിങ്ങൾ ഈ കൂടിയതിനോ ഈ വിളിച്ചതിനോ ഒന്നും അല്ലട്ടോ ഞാൻ പറയുന്നത്. എനിക്ക് ചിലപ്പോൾ തോന്നും റമദാൻ വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ, ഖുർആൻ ക്ലാസ്സും അല്ലാത്തതും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ. റമദാനിൽ അത് പ്രാവർത്തികമാക്കേണ്ട ഒരു സമയമല്ലേ. പ്രാവർത്തികമാക്കുമ്പോൾ ഒരുപാട് നമുക്ക് കിട്ടും എന്നതൊരു ബോധ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ, രോഗികളെ സന്ദർശിക്കാം, ബന്ധുക്കളുടെ അടുക്കൽ സന്ദർശനം നടത്താം, വിഷമിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്താം, സങ്കടപ്പെടുന്നവരുടെ വേദനകൾക്ക് ചെവി കൊടുക്കാം. എന്തെന്ത് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഓരോന്നിനും പ്രതിഫലം. നേരത്തെ പറഞ്ഞതുപോലെ ദിക്റുകൾക്ക്, ദുആകൾക്ക് എല്ലാത്തിനും പ്രതിഫലം. ഒരാളുടെ സങ്കടം കേൾക്കാൻ ചെവി കൊടുത്താൽ പോലും. അതുകൊണ്ടാണല്ലോ മദീന തെരുവീതിയിലൂടെ നടക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുമാത്രം തിരക്ക് പിടിച്ച ആളായിരുന്നു.
പക്ഷേ ഏതൊരു യാചകൻ്റെയും സങ്കടങ്ങൾക്ക് ചെവി കൊടുക്കാൻ മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമയമുണ്ടായിരുന്നു. എല്ലാറ്റിനും സമയമുണ്ടായിരുന്നു. നമ്മളും അതേപോലെ ഓരോ ദിവസത്തെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നാളത്തേക്കുള്ളൊരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ വീഴ്ചകൾ വരും, അബദ്ധങ്ങൾ വരും, തെറ്റുകൾ വരും, കുറ്റങ്ങളും പാപങ്ങളും വരും. ഇതെല്ലാം അള്ളാഹുവിനോട് ഏറ്റുപറയാനുള്ളൊരു സമയവും. അതുകൊണ്ട് നിങ്ങൾ ധൃതിപ്പെട്ട് വരണം എന്നാണ്. ധൃതിപ്പെട്ട് വരേണ്ടത് എവിടേക്കാണ്? ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപക്ഷമയിലേക്കാണ്. ആ പാപക്ഷമ നമ്മളെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? വജന്നത്തിൻ അർദുഹാ അസ്സമാവാത്ത് വൽ അർദ്, ആകാശഭൂമിയോളം വിശാലമായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ പഠിതാക്കളോട് ചോദിക്കാറുണ്ട്, കൊടുങ്ങല്ലൂർ എന്ന സ്ഥലം, അതിൻ്റെ മുഴുവൻ ഭാഗം, മുഴുവൻ ഏരിയ, ഞാൻ ഏത് സ്ഥലത്താണോ ക്ലാസ് എടുക്കണം അവിടെ ചോദിക്കും, അതിൻ്റെ മുഴുവൻ ഏരിയ നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ പൊന്നാനി മുഴുവൻ കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ മലപ്പുറം ജില്ലയുടെ മുക്കുമൂലകൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ നമ്മൾ വേറെ ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകും. പക്ഷേ നമ്മൾ അധിവസിക്കുന്ന കേരളത്തിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ മലപ്പുറം ജില്ലയുടെ, അല്ലെങ്കിൽ നമ്മളുള്ള താലൂക്കിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ മുക്കുമൂലകൾ നമ്മൾ കണ്ടിട്ടില്ല. അള്ളാഹു നമ്മളെ വിളിക്കുന്നത് ആകാശഭൂമിയോളം വിശാലമായ സ്വർഗത്തിലേക്കാണ്. അപ്പോൾ അതെന്തുമാത്രം വിശാലമാണെന്ന് ആലോചിച്ച് നോക്കുക. എന്തുമാത്രം വിശാലമാണ്! ആകാശഭൂമിയോളം വിശാലമാണ് അള്ളാഹുവിൻ്റെ അർശ്. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. അപ്പോൾ എന്തായിരിക്കും അത്? അത്രമാത്രം വിശാലമായ സ്വർഗലോകത്തേക്ക് പടച്ച തമ്പുരാൻ വിളിക്കുകയാണ്. അത് പാപക്ഷമയിലൂടെ മനസ്സകം ശുദ്ധീകരിച്ച് കഴുകിക്കളഞ്ഞ മനസ്സുകൾക്ക് മാത്രമാണ് അവിടേക്ക് എത്താൻ സാധിക്കുന്നത്. എങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കയറ്റി വച്ചിരിക്കുന്നത്? ചിലർക്കൊക്കെ എന്തൊരു ഭാരമാണ്. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു, അവരുടെ ചങ്ങലകളും വിലങ്ങുകളും അദ്ദേഹം അഴിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമുക്ക് ഒരുപാട് ആളുകളോട് വിദ്വേഷമാണ്, പകയാണ്, ഒരുപാട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഭാരങ്ങൾ നമ്മൾ തലയിൽ ഏറ്റിയിട്ടുണ്ട്. എത്ര സുന്ദരമാണ് ഇസ്ലാം, എത്ര മനോഹരമാണ് ഇസ്ലാം! ആ ഇസ്ലാമിലൂടെ നമുക്ക് പോകുമ്പോൾ എന്തുമാത്രം ലളിതമാണ് നമ്മുടെ ജീവിതം, എന്തുമാത്രം സമ്പന്നമാണ് നമ്മുടെ ജീവിതം, എത്രമാത്രം സുഖദായകമാണ്. ഈ ഉള്ളതൊക്കെ ഉള്ളിൽ അരുതാത്തതൊക്കെ ഉള്ളിൽ കയറ്റി വെക്കുമ്പോൾ അതിൻ്റേതായ ഒരുപാട് ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കും. ഇതൊക്കെ അങ്ങോട്ട് ഇറക്കി വെച്ച് സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഒരു എന്താ പറയുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമകാലം കൂടിയാണ് റമദാൻ എന്നത്. അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നതാണ്. അപ്പോഴാണ് നമുക്ക് എല്ലാ കാലത്തും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന സ്വർഗത്തിലേക്ക് പോകാനാകുന്നത്. പക്ഷേ ഇതിനൊക്കെ വിലങ്ങുതടിയാകുന്നത് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്കറിയാമല്ലോ. ഇബിലീസ് നമുക്ക് ഭയങ്കര വിലങ്ങുതടിയാണ്. ഇബിലീസ് ഒരിക്കലും നമുക്ക് ഇപ്പോൾ നമ്മുടെ റംസാനിലെ സമയം നഷ്ടപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവില്ല. സാധാരണ കുട്ടികൾ പറയാറുണ്ട്, പിന്നെ ദിക്ർ ചൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ ചൊല്ലാൻ വേണ്ടിയിട്ട് മൊബൈൽ എടുത്താണ് ടീച്ചറെ, പക്ഷെ പോയി എവിടെയോ അവിടെ എത്തിയതെന്ന്. അങ്ങനെ എത്താറുണ്ട് ഇല്ലേ? നമ്മുടെ മുമ്പിൽ ഒരുപാട് റീൽസ് ഉണ്ട്, നമ്മുടെ മുമ്പിൽ ഒരുപാട് മെസ്സേജുകളുണ്ട്, നമുക്ക് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൻ്റെയൊക്കെ കൂടെ പോയി സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെയോ എത്തും, ഒരുപാട് സമയം അങ്ങോട്ട് കഴിയും. പക്ഷെ ദൈനംദിന ജീവിതത്തിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്തത് കൊണ്ട് പിന്നീട് അതിലേക്ക് മുഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടുന്നത് എന്താ? നമുക്ക് ഒരു സുന്നത്തിന് ഒരു ഫർദിൻ്റെ പ്രതിഫലം കിട്ടുന്ന സമയം, ഒരു ഫർദിന് 70 വട്ടം ചെയ്താൽ അത്രയും പ്രതിഫലം കിട്ടുന്ന സമയം, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. ഇനി ഞാൻ പറയട്ടെ, നമസ്കരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല, നോമ്പെടുക്കാനും നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നണുണ്ടോ? അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് സാമ്പത്തികമായ വിശുദ്ധിയാണ്. ശാരീരികമായ വിശുദ്ധിയും മാനസികമായ വിശുദ്ധിയും ആത്മീയമായ വിശുദ്ധിയും സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വിശുദ്ധിയും ഒക്കെ പാലിച്ചെങ്കിൽ മാത്രമല്ലേ സ്വർഗത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നത്. ഏതൊരു കാര്യത്തിലാണ് പാപക്ഷമ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നമ്മുടെ മനസ്സകം ശുദ്ധീകരിച്ച് ക്രമീകരിച്ച് കൊണ്ടുപോകേണ്ടിടത്ത് ചിലയിടത്തൊക്കെ പിഴവുകൾ സംഭവിച്ചു പോകുന്നുവെങ്കിൽ അത് പൂർണ്ണമാകുമോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും പലപ്പോഴും
നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിക്ക ആളുകളും സക്കാത്തും സ്വതക്കയും ഒന്നായിട്ട് അങ്ങോട്ട് കൊടുക്കും. ഇത് രണ്ടായി തന്നെ നമ്മൾ കണക്കാക്കണം. സക്കാത്ത് സാമ്പത്തികമായ വിശുദ്ധിയാണെങ്കിൽ ആ സാമ്പത്തിക വിശുദ്ധിക്ക് വളരെ ചെറിയൊരു കണക്ക് മാത്രമേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ പറയും, അതിൻ്റെ ചെറുത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 100 രൂപ മിച്ചമുണ്ടെങ്കിൽ 2.5 രൂപയാണ് കൊടുക്കേണ്ടത്, അല്ലേ? 40-1 അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 100 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ 2.5 രൂപ കൊടുക്കേണ്ടത്. പക്ഷേ 1000 രൂപയാണെങ്കിലോ, 1000 രൂപയാണെങ്കിൽ 25 രൂപ, മിച്ചമുള്ളത് 1000 രൂപയാണെങ്കിൽ 25 രൂപ കൊടുക്കണം. അത് 10,000 രൂപയാണെങ്കിൽ 250 രൂപ കൊടുക്കണം. അപ്പോൾ 1,00,000 രൂപയാണെങ്കിൽ 2,500 രൂപ കൊടുക്കേണ്ടതുള്ളൂ. ഈ 2,500 രൂപ മാറ്റിവെച്ചാൽ, അല്ലെങ്കിൽ 2.5 രൂപ മാറ്റിവെച്ചാൽ, 250 രൂപ മാറ്റിവെച്ചാൽ, നമ്മളിങ്ങനെ കണക്ക് നോക്കും, ബാക്കി എത്രയാണ് അള്ളാഹു തന്നിരിക്കുന്നത്? 100 രൂപയിൽ നിന്ന് 2.5 രൂപ മാറ്റിവെച്ചാൽ 97.5 രൂപ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ സ്വതക്ക അതിൽ നിന്ന് പോകണം. 7.5 പോയാലും 17.5 പോയാലും ബാക്കി 80 രൂപ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഒന്നും ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എല്ലാം പടച്ച തമ്പുരാൻ തന്നതാണ്. വില കൂടിയ ഒന്നിനും അള്ളാഹു കാശ് ചോദിക്കണില്ല എന്ന് നമ്മൾ പഠിക്കണം. വായുവിനാകട്ടെ, വെള്ളത്തിനാകട്ടെ, വെളിച്ചത്തിനാകട്ടെ അള്ളാഹു കാശ് ചോദിച്ചിട്ടില്ല. നമ്മളതിനൊക്കെ കാശ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാപ്പരാകും, ഉറപ്പായിട്ടും. അത്രമാത്രം അനുഗ്രഹങ്ങൾ. ഇല്ലാത്തതിനെക്കുറിച്ച് വേവലാതി പറയുകയും സങ്കടപ്പെടുകയും എന്നിട്ടിങ്ങനെ ജീവിതത്തിൽ നെഗറ്റീവുകൾ മാത്രം ചേർത്ത് വെക്കുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയാനാകുന്നില്ല? ഡോക്ടർ ഹവ്വ എഴുതിയ മനോഹരമായ കാവൽ എന്നൊരു പുസ്തകമുണ്ട്. 2 പ്രാവശ്യം ബ്രെയിൻ ട്യൂമർ ഒന്നിനു പിറകെ ഒന്നായിട്ട് വരികയും 2 മേജർ സർജറികൾക്ക് വിധേയമാവുകയും ശരീരം ചലിക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോവുകയും ചെയ്തതിന് ശേഷം നിരന്തരമായ പ്രാർത്ഥനകൾക്കും ഫിസിയോതെറാപ്പിക്കുമൊക്കെ ശേഷം ഒരു ദിവസം അവരുടെ വിരലിങ്ങനെ അനങ്ങിയതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഈ തള്ളവിരൽ ഈ പെരുവിരലിനോട് ഒന്നിങ്ങനെ തൊട്ടപ്പോൾ അവരനുഭവിച്ച സന്തോഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ തൊട്ട് നോക്കി എന്നവർ പറയാണ്. ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം തൊട്ടുണ്ട്, നമ്മൾ അറിയണില്ല ഈ സന്തോഷം, നമ്മളത് അനുഭവിക്കണില്ല, നമ്മളതൊരു അനുഗ്രഹമായിട്ട് കാണുന്നു പോലുമില്ല. അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. കൈകാലുകൾ തളർന്നു പോയിട്ട് അവർക്കൊന്ന് ചൊറിയാൻ പറ്റാതെ വല്ലാതെ ചൊറിച്ചിൽ അനുഭവിച്ചപ്പോൾ ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. അദ്ദേഹം പുറത്തായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് വരാൻ വൈകിയപ്പോൾ അള്ളാഹുവിനോടുള്ളൊരു വല്ലാത്ത പ്രാർത്ഥന, ഏറെ ദിവസങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമം, അവരിങ്ങനെ ഒന്ന് ശരിക്കും പടച്ചവനോട് ഇങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് പരിശ്രമിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്ത അനുഗ്രഹമായിട്ട് അവർക്ക് ചൊറിയാൻ സാധിച്ചത്. ഒരു ചൊറിച്ചിൽ പോലും അനുഗ്രഹമാണ് എന്ന് അവിടെ വെച്ച് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അള്ളാഹു എനിക്ക് നൽകിയ ഈ മാരകമായ രോഗം അതിലൂടെ തിരിച്ചറിഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ചേർത്ത് വെച്ചാണ് അവരാ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഞാനപ്പോഴും ആലോചിക്കുക, ശരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അൻറ്റിൽ അള്ളാഹു ഇങ്ങനെ ഈ നഖം വെച്ചതുപോലും അപ്പോൾ എത്ര അനുഗ്രഹമാണ്. ഇതൊക്കെ അനുഗ്രഹമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അങ്ങനെ എത്ര 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 അനുഗ്രഹങ്ങൾ. ഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താനാവില്ല എന്നാണ്. നമ്മളൊരു പുസ്തകവും ഒരു പേനയും എടുത്തു വെച്ചിട്ട് അങ്ങോട്ട് എഴുതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര 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 പുസ്തകങ്ങൾ എഴുതി തീർത്താൽ സാധ്യമാകും. നമ്മൾ പലതും അറിയണ പോലുമില്ല, നമ്മൾ പലതും ചിന്തിക്കണില്ല, നമ്മൾ മനസ്സിലാക്കണില്ല, നമ്മൾ ഉൾക്കൊള്ളണില്ല. നമ്മൾ ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെ വേണ്ട വിധത്തിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യണില്ല. അവിടെയാണ് നമ്മൾ ഒന്ന് അറിയാൻ ശ്രമിക്കേണ്ടത്. ഒന്ന് തിരിച്ചറിഞ്ഞൊരു ബോധ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കിതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കും. അവിടെ വീണ്ടും 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 ശുക്ർ ചെയ്തുകൊണ്ടേയിരിക്കാൻ നമുക്ക്. അതുകൊണ്ടാണല്ലോ ഒരു ഇറക്ക് വെള്ളം നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ ബിസ്മില്ല പറഞ്ഞിട്ട് ഒരു ഈത്തപ്പഴം ഒരു കാരൊക്കെ നമ്മൾ തിന്നുമ്പോൾ അതിനുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അതെന്താണ്? നോമ്പ് തുറക്കാൻ സാധിച്ചു എന്നുള്ളത് മാത്രമല്ല, ആ പകലിനെ ധന്യമാക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ അതിലൂടെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരത്തിനും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനും നമുക്ക് അന്ന് കിട്ടിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്കുമൊക്കെ പടച്ച തമ്പുരാനോട് നമുക്ക് എത്രമാത്രം ശുക്ർ ചെയ്യാനുണ്ട്.
പക്ഷെ എത്രമാത്രം നമ്മളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒരു ഒഴുക്കിന് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ഇത്ര ബുദ്ധി തന്നിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങളെ വീണ്ടും വീണ്ടും അബദ്ധങ്ങളിലേക്ക് പോകാതെ തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ജീവിതം ധന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. തെറ്റുകൾ വരും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം കുല്ലബ്ന ആദം ഖത്താഉൻ, ആദം സന്തതികളൊക്കെ അബദ്ധങ്ങൾ പറ്റുന്നവരാ, തെറ്റുകൾ പറ്റുന്നവരാണ്. നമുക്കറിയാമല്ലോ, ആദ്യ പിതാവായ ആദം നബിക്ക് പോലും അത്തരത്തിലുള്ളൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ആ അബദ്ധത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു അബദ്ധമേ പറ്റിയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ നിരന്തരമായ അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം അള്ളാഹുവിനോട് തന്നെയാണ് ഇസ്തിഗ്ഫാർ ചെയ്തത്. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നാണ്. നമ്മൾ എത്ര പറയണപ്പോൾ, അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും എന്ന് നമ്മളൊരു എത്ര ആവർത്തി പറയേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മാറ്റിവെക്കരുത്, നിങ്ങൾ സമയം അലസമായി കളയരുത്, നിങ്ങൾ പിന്നീടാകാമെന്ന് കരുതരുത്. നിങ്ങൾ ധൃതിപ്പെട്ട് വരണം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ മരിക്കാം, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ മരിക്കാം. അങ്ങനെ മരിക്കുന്നതിന് മുമ്പായിട്ട് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള പാപക്ഷമയിലേക്ക് നിങ്ങൾ ധൃതി പിടിച്ച് വരണമെന്ന്. മരണം തൊണ്ടക്കുഴിയിലെത്തിയിട്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അള്ളാഹു കേൾക്കൂല. പക്ഷെ തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് വരെ അള്ളാഹു നമുക്ക് സമയം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് റമദാനിൻ്റെ പകലുകൾ രാവുകളൊക്കെ സുവർണ്ണ അവസരമായിട്ട് നമുക്ക് കണക്കാൻ സാധിക്കണം. എന്നിട്ട് ആ കണക്കാക്കിയതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാനും സാധിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനൊക്കെ വിഘാതമായിട്ട് നിൽക്കുന്നത് ഷെയ്ത്താനാണെന്നുണ്ടെങ്കിൽ ഷെയ്ത്താൻ പരലോകത്തെത്തുമ്പോൾ പറയുന്ന ഒരു വസ്തുത വിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിമിൽ പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? വഖാല ഷെയ്ത്താൻ, പിശാച് പറയും, ലമ്മ ഖുദിയൽ അംർ, കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്വർഗാവകാശികളെ സ്വർഗത്തിലേക്കും നരകാവകാശികളെ നരകത്തിലേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചോദ്യവും ഉത്തരവും വിചാരണയും ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഇബ്ലീസ് പറയുന്നൊരു സംഗതിയുണ്ട്, ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്. ഞാൻ വിചാരിക്കും ഇബ്ലീസിൻ്റെ ഒരു പ്രസംഗമാണ് കേട്ടോ ഇത്. ഇന്നല്ലാഹ വഅദക്കും വഅദൽ ഹഖ്, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യവാഗ്ദാനമാണ്. വഅദ്തുക്കും, ഞാനും നിങ്ങളോട് വാഗ്ദാനം ചെയ്തു. ഫഅഖ്ലഫ്തുക്കും, എൻ്റെ വാഗ്ദാനം ഞാൻ ലംഘിച്ചു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ മേൽ എനിക്കൊരധികാരവും ഇല്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ മുഴുവനും അധികാരം മൂപ്പർക്കാണ് നമ്മൾ കൊടുത്തത്. എപ്പോഴും മൂപ്പരുടെ കൽപ്പനക്കും മൂപ്പരുടെ നിർദ്ദേശങ്ങൾക്കും അനുസരിച്ചാണ് നമ്മൾ നിന്നു കൊടുത്തത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുമ്പോൾ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ വിലവെക്കാതിരിക്കുമ്പോൾ, മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കുമ്പോൾ, മറ്റുള്ളവരെ അനുസരിക്കാതിരിക്കുമ്പോൾ, അധർമ്മങ്ങളിൽ മുഴുകുമ്പോൾ, തന്നിഷ്ടങ്ങളിലും താന്തോന്നിത്തരങ്ങളിലും ജീവിക്കുമ്പോൾ, തെറ്റുകളിലേക്ക് വഴി നടത്തുന്ന കൂട്ടുകാരുടെ പിറകെ കൂടുമ്പോൾ ഒക്കെ ആരെയാണ് നമ്മൾ അനുസരിച്ചത്? ആരെയാണ് സുൽത്താനായി വെച്ചത്? അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വമാക്കാനലി അലൈക്കും മിൻ സുൽത്താൻ, നിങ്ങളുടെ അടുക്കൽ എനിക്കൊരു അധികാരവുമില്ല. ഇല്ല അൻ ദഅവ്തുക്കും, ഞാൻ നിങ്ങളെ വിളിച്ചു എന്നത് ശരിയാണ്. ഞാൻ നിങ്ങളെ തെറ്റിലേക്കും എൻ്റെ തന്നിഷ്ടത്തിലേക്കും വിളിച്ചു എന്നത് ശരിയാണ്. ഫസ്തജബ്തും ലീ, അപ്പോൾ നിങ്ങളെനിക്ക് ഉത്തരം നൽകി. ആലോചിച്ച് നോക്കുക. ഫസ്തജബ്തും ലീ, ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളാണ് എനിക്ക് ഉത്തരം നൽകിയത്. ഫലാ തലൂമൂനി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട കേട്ടോ. വലൂമൂ അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോളൂ എന്നാണ്. എന്തൊരു കയ്യൊഴിയലാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. എത്ര കൃത്യമായിട്ടാണ് ഇബ്ലീസ് അവിടെ വെച്ചിട്ട് കയ്യൊഴിയുന്നത്. ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്തു, അള്ളാഹുവിൻ്റേത് സത്യവാഗ്ദാനമായിരുന്നു. ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് ഞാനിതാ ലംഘിക്കുന്നു. എനിക്ക് നിങ്ങളുടെ അടുക്കൽ ഒരു അധികാരവുമില്ല. ഞാൻ നിങ്ങളെ വിളിച്ചു എന്നത് നേരാണ്. പക്ഷേ നിങ്ങളെന്തിന് എനിക്ക് ഉത്തരം നൽകി? നിങ്ങൾ അള്ളാഹുവിനല്ലേ ഉത്തരം നൽകേണ്ടത്, അവൻ്റെ ദൂതനല്ലേ ഉത്തരം നൽകേണ്ടത്. നിങ്ങൾ എന്തിനാണ് എനിക്ക് ഉത്തരം നൽകിയത്? ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഒരു നിലക്കും സഹായിക്കാനാവില്ല എന്നാണ്. മാ അന ബിമുസ്ലിഹിക്കും
വമാ അൻതും ബിമുസ്രിഖി, എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല, നിങ്ങൾക്ക് എന്നെയും സഹായിക്കാനാവില്ല. ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബൽ, ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് കൂട്ടുകൂടി എന്നത് ഞാനിതാ നിഷേധിക്കുന്നു. ഇബ്ലീസിന് എന്തോ ആവാമല്ലോ, ഇബ്ലീസിന് എന്തോ ആവാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം, നിങ്ങൾ എന്നെ പങ്കാളിയാക്കിയത് ഞാനിതാ നിഷേധിക്കുന്നു. പിന്നെ ഇന്ന ളാലിമീന ലഹും അദാബുൻ അലീം, തീർച്ചയായും അക്രമികൾക്ക് അള്ളാഹു വേദനയേറിയ ശിക്ഷ ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ശരിക്കും നമ്മളെ കെണിയിൽപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് എത്ര ഭംഗിയായിട്ടാണ് ഇബ്ലീസ് കയ്യൊഴിയുന്നത് എന്നാലോചിച്ച് നോക്കുക. ആ ഇബ്ലീസിൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും ആ ഇബ്ലീസിൻ്റെ സമ്മർദ്ദങ്ങൾക്കും വഴിപ്പെട്ടാണ് നമ്മുടെ മനുഷ്യരിൽ ഒരുപാട് ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ നമ്മെ തിരിച്ചറിയുകയും ഇത്തരത്തിലുള്ള കെണിയിൽ പെടാതിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പരലോകത്ത് രക്ഷ കിട്ടുന്നത്. പരലോകത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകളും ബോധ്യങ്ങളും നമുക്കുണ്ടാകണം. അത് അനന്തമായൊരു ലോകമാണ് എന്നതും ഒരിക്കലും നശിക്കാത്തതാണ് എന്നതും അവിടെ മരണമില്ല എന്നതും, മരണമില്ലാത്തത് കൊണ്ട് തന്നെ നരകത്തിലാണെങ്കിൽ അത്രമേൽ തീവ്രമായ ദുഃഖവും വേദനയും ആകുലതകളും. നമ്മൾ എത്രയോ വട്ടം വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ ഖത്തം തീർത്തപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചിട്ടുണ്ട്. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പഠിച്ചിട്ടുണ്ട്. നരകത്തിലെ തീപ്പൊരിയുടെ വലിപ്പം പോലും ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ജിമാലത്തുൻ സുഫർ എന്നാണ്. എന്ന് വെച്ചാൽ മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങളെ പോലെ തോന്നിക്കുന്ന തീപ്പൊരി എന്ന് പറയുമ്പോൾ നരകത്തിൻ്റെ കാഠിന്യവും നരകത്തിൻ്റെ ഭയാനകതയും നമ്മൾ ആലോചിച്ച് നോക്കുക. നരകത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ചും പഠിക്കുമ്പോൾ അതിലെ ഓരോ ചെറിയ പരാമർശങ്ങൾ എന്തുമാത്രം വലുതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് അത്ഭുതം തോന്നണം, മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകക്കൂട്ടങ്ങൾ പോലെയുള്ള തീപ്പൊരി എന്ന് പറയുമ്പോൾ തീപ്പൊരി മാത്രം അത്രയാണ്. തീ എന്തായിരിക്കും? നരകത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ഒരിക്കലും കരിഞ്ഞു പോകാത്ത തീയാണത്. ഈ ലോകത്തെ ഏതൊരു അഗ്നി നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും അഗ്നിയുടെ താപനിലയിൽ വ്യത്യാസം ഉണ്ടാകാം. അടുപ്പിൽ കത്തിക്കുന്ന തീയുടെ ചൂടല്ല ഗ്യാസിന്, അതിനേക്കാളും ചൂട് കൂടുതലാണ് പെട്രോളിന്. അങ്ങനെ തുടങ്ങിയിട്ട് ഓരോന്നിനും വ്യത്യസ്തമായ താപനിലയുണ്ട്. പക്ഷെ എന്തിൻ്റെയും അവസ്ഥ എന്താ? കരിച്ചു കളയുന്നതാണ്. പക്ഷെ കരിച്ചു കളയുമ്പോഴും മരിപ്പിക്കാത്ത അല്ലെങ്കിൽ തീർന്നു പോകാത്ത, ചാരമായി പോകാത്ത ഒരു അഗ്നിയാണ് നരകത്തിലേതെന്ന് നമ്മൾ പഠിക്കണം. അവിടെ തീർന്നു പോണില്ല, കത്തിത്തീരാത്തതാണ് ആ തീ. അങ്ങനെയുള്ളൊരു നരകത്തിൽ കത്തിക്കരിഞ്ഞ് കരിക്കട്ടയാകുമ്പോഴും മനുഷ്യൻ്റെ ഓർമ്മയും അവൻ്റെ ജീവനും അള്ളാഹു നിലനിർത്തുന്നു എന്നതാണ്. മാറ്റി മാറ്റി ഇട്ട് തരും തൊലി. ഈ തൊലിക്കാണ് വേദന കൂടുതൽ. ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇവിടെയാണ്. കത്തി തട്ടിയാൽ, തീപ്പൊള്ളലേറ്റാൽ, വേറെ ഏത് പ്രശ്നമാണെങ്കിലും ഓർമ്മപ്പശകോ മറ്റുള്ളതോ ബോധം കെടലോ ഒക്കെ ഉണ്ടാകും. പക്ഷേ ആത്മഹത്യ ചെയ്യുന്നവരും അല്ലാത്തവരും തീ പിടിച്ച് മരിക്കുന്നവരൊക്കെ മരിക്കുന്നത് വരെ അവർക്ക് ഓർമ്മയുണ്ടാകുന്നതാണ്. അതാണ് നരകത്തീയിൽ ഓർമ്മ തന്നെ ഉണ്ടാകും. അള്ളാഹു പറഞ്ഞില്ലേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകാഗ്നിയിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളുക. വഖൂദുഹൻ നാസു വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണെന്നാണ്. മനുഷ്യരും കല്ലും കൂടി കൂട്ടിയിട്ട് കത്തിച്ചാൽ കല്ലിൻ്റെ ചൂട് ഒരു കാലത്തും അവസാനിക്കില്ല എന്നുള്ളതാണ്. കത്തിച്ചുകൊണ്ടേയിരിക്കുന്ന നരകത്തീയിൽ മനുഷ്യൻ അതിനോടൊപ്പം ചേർത്തിട്ട് അള്ളാഹു കത്തിക്കുമ്പോഴും അവൻ കരിഞ്ഞു പോയാലും കരിക്കഷ്ണമാകുമ്പോഴും മരിച്ചു പോകുന്നില്ല എന്നതും ഓർമ്മയുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കുക. മരണമില്ല അവിടെ. അവിടുത്തെ വസ്ത്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എത്ര കാലം നമ്മൾ ഖുർആനിലെ ഖത്തം തീർത്തിട്ടുണ്ട്, എത്ര കാലം നമ്മൾ ഓതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ടും ഇതൊന്നും നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നരകം കിട്ടാനുള്ള കാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അത് ഇന്നല്ലദീന കഫറൂ ബി ആയാത്തിനാ എന്നാണ്. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർക്കാണെന്നാണ്. വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും അള്ളാഹുവിൻ്റെ ദിവ്യ ദൃഷ്ടാന്തങ്ങളാണ് എങ്കിൽ ആ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറയുകയും അംഗീകരിക്കാതിരിക്കുകയും നിഷേധിക്കുകയും ആ കൽപ്പനകളെ ശിരസാ വഹിക്കുകയും ചെയ്യണില്ല എങ്കിൽ അത്തരത്തിലുള്ള നിഷേധികൾക്കാണ് അള്ളാഹു നരകം ഒരുക്കി വച്ചിരിക്കുന്നത് എന്നാണ്. അള്ളാഹ് പറയുന്നുണ്ട്, വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിട്ട് 70 മുഴം നീളമുള്ള ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിട്ട് നരകത്തിലേക്ക് അവരെ വലിച്ചെറിയുമെന്ന് പറയുന്നുണ്ട്.
ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുക, നമ്മുടെ കൈ ഒന്ന് തീ പൊള്ളിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളോട്ട് വലിക്കും. അത് സ്ത്രീകളാകുമ്പോൾ പലപ്പോഴും കുക്കർമേൽ അങ്ങോട്ട് തട്ടൽ, വെള്ളം അങ്ങോട്ട് തെറിക്കൽ, പലതും ഉണ്ടാവും. നമ്മളിങ്ങനെ പെട്ടെന്ന് വലിക്കും. 70 ഖുദൂഹു ഫഖുല്ലൂഹ് ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه. അവനെ പിടിക്ക്, അവനെ ബന്ധിക്ക്, 70 മുഴ നീളമുള്ള ചങ്ങലയിൽ ബന്ധിച്ചവനെ വലിച്ചെറിയ് നരകത്തിലേക്ക് എന്ന് പറയുമ്പോൾ 70 വർഷം വേണം അതിനടിയിലേക്ക് ഒരു കല്ലിട്ടാൽ അവിടെ എത്താൻ. നമ്മളിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനേക്കാൾ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നൊരു കല്ല് താഴോട്ടിട്ടാൽ എത്ര വേണം? മിനിറ്റ് മതി അല്ലേ? അങ്ങനെയാണെങ്കിൽ 70 വർഷം വേണം ഒരു കല്ലിട്ടാൽ നരകത്തിൻ്റെ അടിയിലേക്ക് എത്താൻ. ആ നരകത്തിലേക്ക് പോകുന്ന വഴികളൊന്നും സുതാര്യമല്ല എന്ന് നമുക്കറിയാം. ജ്വലിക്കുന്ന നരകാഗ്നി, ആളിക്കത്തുന്ന നരകാഗ്നി എന്നൊക്കെയാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. ഒന്നും സുതാര്യമല്ല, കരിമ്പുക. അങ്ങനെയുള്ള ആ നരകാഗ്നിയിൽ മനുഷ്യനെ ഇട്ട് ഈ കത്തിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല, അവിടെ ചങ്ങലയിൽ ബന്ധിച്ചാണ് ഇടുന്നതുണ്ടെങ്കിൽ ഒന്ന് പിടയ്ക്കാൻ പോലും പറ്റുമോ? ഒന്ന് പിടയ്ക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നമുക്ക് തോന്നുന്നുണ്ടോ അള്ളാഹു കാരുണ്യവാനല്ലെന്ന്? അള്ളാഹു കാരുണ്യവാനാണ്. എത്രയോ അവസരങ്ങൾ, അതാണ് ഇസ്തിഗ്ഫാറിൻ്റെ, മഗ്ഫിറത്തിൻ്റെ, തൗബയുടെ എത്രയോ അവസരങ്ങൾ തന്നിട്ടും മനുഷ്യൻ തിരിച്ചു വരാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നല്ല മനുഷ്യരോട് അള്ളാഹു കാണിക്കുന്ന നീതിയാണ് ദുഷിച്ചവർക്ക് അള്ളാഹു നൽകുന്ന നരകമെന്ന് നമ്മൾ പഠിക്കണം. അത് അള്ളാഹുവിൻ്റെ കാരുണ്യം തന്നെയാണ്. ഒരിക്കലും അള്ളാഹുവിൻ്റെ അങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചതല്ല എന്ന തിരിച്ചറിവ് കൂടി ഉണ്ടാകണം. അതുമാത്രമാണോ? സെറാബീലുഹും മിൻ ഖതുറാൻ. നമ്മൾ എത്രയോ വട്ടം ആവർത്തിച്ച് പാരായണം ചെയ്തിട്ടില്ലേ ഈ ആയത്തുകളൊക്കെ? സെറാബീലുഹും, അവരുടെ വസ്ത്രം, മിൻ ഖതുറാൻ എന്ന് പറഞ്ഞിട്ട് ഖതുറാൻ എന്ന് പറഞ്ഞാൽ ടാറ് കൊണ്ടുള്ളതാണെന്നാണ്. ടാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പഠിച്ചു നോക്കുക. ടാറ് ശരിക്കും ഇങ്ങനെ ഉരുക്കിയാലല്ല അതുകൊണ്ടൊരു ഗുണം ഉണ്ടാവണത്. ഉരുകിയിട്ട് അത് കരിങ്കൽ കഷ്ണങ്ങളെ ചേർത്ത് വെക്കാൻ പാകത്തിൽ, ആ മെറ്റലുകളെങ്ങനെ ഘടിപ്പിക്കാൻ പാകത്തിൽ, പിന്നീട് അതിനെ ശരിക്കും അതിനെ ഉറപ്പിച്ച് നിർത്തുന്നതാണ്. ഉരുകിയ ടാറ് മനുഷ്യൻ്റെ ശരീരത്തിൽ, അതുകൊണ്ടാണ് അവന് വസ്ത്രം എന്ന് പറയുമ്പോൾ അള്ളാഹു അല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ടൈറ്റായിട്ടുള്ള വസ്ത്രമൊക്കെ ഇടാറില്ലേ? അതുപോലെ ടൈറ്റായിട്ടുള്ള ഷേപ്പായിട്ടുള്ള വസ്ത്രമൊക്കെ പഠിച്ചവന് ടാറുകൊണ്ട് ഉണ്ടാക്കിയിടാൻ പറ്റും. അങ്ങനെയൊക്കെ പഠിച്ച തമ്പുരാന് സാധിക്കും. അതുകൊണ്ടുള്ള വസ്ത്രം എന്ന് പറയുമ്പോൾ എവിടെ നിൽക്കണത്? ആളിക്കത്തുന്ന നരകാഗ്നിയിലാണെങ്കിൽ ഈ വിധത്തിലുള്ള വസ്ത്രമാണ് എങ്കിൽ സ്വർഗത്തിലെ വസ്ത്രത്തെക്കുറിച്ച് അള്ളാഹു വേറെയും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എന്തിനാ മാറ്റി മാറ്റി ഇങ്ങനെ പറഞ്ഞു തരണത്? നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകാനാണ്. അതോടൊപ്പം അള്ളാഹു പറഞ്ഞു വതഖ്ശാ വുജൂഹഹുമുന്നാർ, അവരുടെ മുഖം നരകത്തീ കൊണ്ട് അള്ളാഹു ഇങ്ങനെ പൊതിയുന്നാണ്. ഫേഷ്യൽ ചെയ്യാറുണ്ട്. എന്തെല്ലാം തരം ഫേഷ്യലാണ് അല്ലേ? പല വിധത്തിലാണ്. സ്വർണത്തിൻ്റെ വരെയുണ്ട് ഇപ്പോൾ. നമ്മളാ വഴിക്കൊന്നും പോകാത്തത് കൊണ്ടാണ് നമുക്ക് വലിയ തിരിച്ചറിവുകളില്ലാത്തത്. മുഖത്തിൻ്റെ കാന്തിയും ഭംഗിയും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് പലവിധ ഫേഷ്യലുകൾ നടത്തുന്ന, ഒരുപാട് കാശ് ചെലവഴിക്കുന്നു. സാധാരണ മുമ്പൊക്കെ പറയാറുണ്ടല്ലോ, ഈ കുറേ മുമ്പൊക്കെ പറയും, കുവൈത്തൊക്കെ യുദ്ധത്തിൻ്റെ ഒക്കെ മുമ്പ്, കുവൈത്തും ദീനാറിനൊക്കെ ഭയങ്കര മൂല്യമാണല്ലോ. അവിടെയുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ അതിന് കൊടുക്കുന്ന കാശുണ്ടായിരുന്നെങ്കിൽ മൂന്നാംകിട ദരിദ്ര രാജ്യമായ ഇന്ത്യയുടെ പട്ടിണി മാറ്റാമായിരുന്നു എന്ന് അക്കാലത്ത് പറയാറുണ്ടായിരുന്നു. അത്രമാത്രം കാശ് ചെലവാക്കിയിട്ട് മിനുക്കിക്കൊണ്ടിരിക്കുന്ന ഈ മുഖവും ശരീരവുമൊക്കെ ആത്മവിശുദ്ധിയില്ല എങ്കിൽ നരകത്തിൽ കിടന്നെരിയാനും കരിയാനുമുള്ളതാണ്. അവരുടെ മുഖത്ത് അള്ളാഹു വെക്കുന്നത് തീക്കനലുകൾ കൊണ്ട് അള്ളാഹു പൊതിയുമെന്നതാണ്. ഇതൊന്നും ആലങ്കാരികമായിട്ട് പറയുന്നതല്ല. പ്രപഞ്ച സൃഷ്ടാവായ രക്ഷിതാവ്, ആകാശഭൂമികളുടെ രക്ഷിതാവ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിൻ്റെതാണ് എന്ന ആ ഉടമസ്ഥൻ്റെ, അള്ളാഹു അക്ബർ എന്നാവർത്തിച്ചാവർത്തിച്ച് നമ്മൾ പറയുന്ന ഏറ്റവും മഹാനായ റബ്ബിൻ്റെ തിരിച്ചറിവിൻ്റെ പാഠങ്ങളായിട്ട് നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ്.
എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ നരകത്തിലിടാനുള്ള ഒരുപാട് കാരണങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഒരുപാട് കാരണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ചിലത് മാത്രമാണ്. നിസ്കരിച്ചിട്ടില്ലെങ്കിലാണ്, നോമ്പെടുത്തിട്ടില്ലെങ്കിലാണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുണ്ട്. നോമ്പെടുത്തിട്ട് അതിൻ്റെ പുണ്യം കളയുന്ന വിധത്തിലുള്ള വാക്കുകൾ കൊണ്ടും സംസാരം കൊണ്ടും ഒക്കെ ഇത് നടക്കും. മാ സലക്കക്കും ഫി സഖർ, എന്തേ നിങ്ങൾ നരകത്തിൽ പ്രവേശിച്ചു എന്നതിൻ്റെ കാരണം ചോദിക്കുമ്പോൾ ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഗതിമുട്ടിയ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാറുണ്ടായിരുന്നില്ല. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഈ എല്ലാ തെറ്റുകളിലും പാപങ്ങളിലുമൊക്കെ മുഴുകി ഞങ്ങൾ ജീവിച്ചു പോയി എന്ന് പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മളും ഇന്ന് നമ്മുടെ സമൂഹവും നമ്മുടെ കുട്ടികളുമൊക്കെ എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നതല്ല, തെറ്റുകളിലും പാപങ്ങളിലും ഒക്കെ ഇങ്ങനെ മുഴുകി എല്ലാവരും അങ്ങനെയല്ലേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല, എല്ലാവരും ഒക്കെ അങ്ങനെയല്ലേ, അങ്ങനെ എല്ലാവരും ആകുന്നത് പോലെ ജീവിക്കേണ്ടവനല്ല വിശ്വാസി. അവന് ചില തിരിച്ചറിവുകളുണ്ട്, അവന് ചില അതിർവരമ്പുകളുണ്ട്, അവന് ചില ബോധ്യങ്ങൾ ഉണ്ടാകണം. ആ ബോധ്യങ്ങൾക്കനുസരിച്ച് അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താനും സാധിക്കണം. അവിടെ എവിടെയെങ്കിലും വീഴ്ച വന്നുപോയി എങ്കിൽ അതിനെയൊക്കെ തിരുത്താനും മാറ്റിപ്പണിയാനും കുറേ കൂടി വിശുദ്ധരാകാനും നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകാനുമുള്ള ഒട്ടനേകം അവസരങ്ങൾ അല്ലാഹു ഒരുക്കി വച്ചതിൽ ഏറ്റവും നല്ല ഒരു ടൈമാണ് ഈ അവസരമെന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് ചെയ്തു പോയ തെറ്റുകളുടെ, പാപങ്ങളുടെ, കുറ്റങ്ങളുടെ പേരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കരയാനും അള്ളാഹുവിനോട് പാപക്ഷമക്ക് പടച്ച തമ്പുരാനോട് വീണ്ടും വീണ്ടും ചോദിക്കാനും നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാനും സാധിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാ, ഈ റംസാനിൻ്റെ രാപ്പകലുകൾ ധന്യമായി എന്ന് നമുക്ക് സമാശ്വസിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാകണം. ജീവിതത്തിൽ ഒരുപാട് വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. അള്ളാഹുവിലേക്ക് എത്താനുള്ള സത്യത്തിൻ്റെ നേരിൻ്റെ വഴി ഒന്ന് മാത്രമാണ്, അത് ഈ വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് ധന്യമായ പകലുകളാണ്, രാവുകളാണ് ഈ വിശുദ്ധ റംദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മുറുകെ പിടിച്ച് അതിനെ മാറ്റിവെക്കാതെ അതിലൂടെയുള്ള ജീവിതം സ്വാഭാവികമായും നമുക്ക് നന്മയിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് തിരിച്ചറിവുകളുണ്ടാകും. ആ തിരിച്ചറിവിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കും. എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാൻ അള്ളാഹു കാത്തിരിക്കുന്നുണ്ട്. ഏറ്റുപറഞ്ഞ് നിഷ്കളങ്കരായി ജീവിത വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും റയ്യാൻ എന്ന കവാടത്തിലൂടെ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുസ്നിബീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ അബ്ദിക വനബിയിക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.